എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ടു പെൻസിൽ ഷെയ്ഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പെൻസിൽ എങ്ങനെ ഷാർപ്പൻ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണോ, അത് വളരെ എളുപ്പമല്ലേ എന്ന്. പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പെൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ നിബും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പല ഷെയ്ഡ്സിലുള്ള പെൻസിൽസും അവൈലബിൾ ആണ്. അതുപോലെ പല ക്വാളിറ്റിയിലുള്ള പെൻസിൽസും, വില കൂടിയ പെൻസിൽസ് ഉണ്ട്, വില കുറഞ്ഞ പെൻസിൽസ് ഉണ്ട്. അപ്പോൾ വില കൂടിയ പെൻസിൽസ്, എത്ര വില കൂടിയ പെൻസിൽസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പെൻസിലിൻ്റെ നിബ് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം പെൻസിൽ എങ്ങനെ ഷാർപ്പൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായി ഒരു നിബില്ലാത്തൊരു പെൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഷാർപ്പൻ ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ നോർമൽ ഷാർപ്പനറല്ല യൂസ് ചെയ്യണത്, നൈഫ് ഷാർപ്പനറാണ് യൂസ് ചെയ്യണത്. കാരണം നമ്മൾ നോർമൽ ഷാർപ്പനർ കൊണ്ട് യൂസ് ചെയ്താൽ അതിന് വേണ്ട റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നൈഫ് യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ്, അതുകൊണ്ടാണ് ഞാൻ നൈഫ് ലെഫ്റ്റിൽ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ നൈഫ് റൈറ്റിലാണ് പിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ തം ഫിംഗർ ഈ നൈഫിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. പിന്നെ പെൻസിൽ വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കാം. ഓക്കെ. എന്നിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് വേണം നിങ്ങൾ ഷാർപ്പൻ ചെയ്യാൻ. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ വുഡിൻ്റെ വലിയൊരു പീസ് എടുക്കുകയാണെങ്കിൽ പെൻസിലിൻ്റെ നിബ് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ, അപ്പോൾ ഞാൻ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ചെത്തുകയാണ്. അപ്പോൾ ഈ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെൻസിലും ഞാനിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡ്സിലും ഒരേപോലെ പെൻസിൽ ഷാർപ്പനാവും. ഇതുപോലെ നമ്മളിങ്ങനെ ചെത്തുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ നോർമൽ ഷാർപ്പനർ കൊണ്ട് പെൻസിൽ ഷാർപ്പൻ ചെയ്യുമ്പോൾ ഒരു 10-15 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു നിബ് എടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഷാർപ്പൻ ചെയ്താൽ നിങ്ങളുടെ പെൻസിൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ വരയ്ക്കുന്നതിൻ്റെ ക്വാളിറ്റിയും വളരെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് നിബ് കാണാം, കണ്ട. അപ്പോൾ ഇതിൻ്റെ വുഡാണ് ഞാനിപ്പോൾ കളയണത്, ചെറിയ ലെയർ. ഓക്കെ. ഇതിപ്പോൾ എക്സാക്റ്റ് ഒരു സൈസ് ഇല്ല, ഒരു നോർമലി ഒരു 1 ഇഞ്ച് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലത് പെൻസിലിൻ്റെ നിബ്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നിബ് കാണാൻ സാധിക്കും. ഓക്കെ. ഇനി ഞാൻ ഒരു ലെയറും കൂടെ എടുക്കാം. ഓക്കെ. ഇങ്ങനെ ഷാർപ്പൻ ചെയ്താൽ അതിൻ്റെ ഗുണം ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഷെയ്ഡിങ്ങിൽ അതെങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ. ഇതൊരു 4B പെൻസിലാണ്. ഇപ്പോൾ നിങ്ങൾ 8B ഒക്കെ ഷാർപ്പൻ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം അതിൻ്റെ നിബ് വളരെ സോഫ്റ്റ് ആയിരിക്കും. 8B, ഇപ്പോൾ 6B ആണെങ്കിലും 6B 8B ഒക്കെ ആണെങ്കിൽ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് നിബ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് കണ്ടോ, ഇതൊരു സ്ക്വയർ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി എല്ലാ സൈഡ്സിലും ഒരേപോലെ ചെത്തിയെടുക്കണം. ഇപ്പോൾ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ റഫായിട്ടുള്ള വല്ല ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ജസ്റ്റ് ഒന്ന് വരച്ച് സ്മൂത്ത് ആക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാൻഡ് പേപ്പറൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലേഡ് കൊണ്ട് തന്നെ ഞാൻ പോളിഷ് ചെയ്യണത്. അങ്ങനെ
ഷാർപ്പൺ ചെയ്ത് നല്ലൊരു നിബ്ബ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ്ലിയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്താലും അത് എങ്ങനെ അത് യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്ങിന് വിചാരിച്ച ഗുണം കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ കാണുന്ന പൗഡർ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ചാർക്കോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇതേപോലെ ചെത്തിമിനുക്കുമ്പോൾ നമുക്ക് പൗഡേഴ്സ് കിട്ടും. ഇത് കണ്ടില്ലേ, ഈ പൗഡർ കൊണ്ടാണ് ഞാൻ റിയലിസ്റ്റിക് പോർട്രേറ്റ്സ് ചെയ്യാറുള്ളത്. അത് ഞാനൊരു എപ്പിസോഡിൽ കാണിച്ചു തരാം, എങ്ങനെയാണ് റിയലിസ്റ്റിക് പോർട്രേറ്റ്സ് ഈ പൗഡർ കൊണ്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ പെൻസിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പെൻസിൽ ഇങ്ങനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ലൈൻസ് ചെയ്യാനെങ്കിൽ ഓക്കെ, വളരെ ഷാർപ്പ് നിബ്ബായ കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഷെയ്ഡ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് പെൻസിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമുക്ക് വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പോൾ പെൻസിൽ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ എങ്ങനെ പെൻസിൽ ഹോൾഡ് ചെയ്യാം, ഇപ്പോൾ പെൻസിൽ എങ്ങനെ പിടിക്കണം, പിന്നെ പെൻസിലിൻ്റെ കൺട്രോൾ, അതിനെക്കുറിച്ചുള്ള എപ്പിസോഡ് ഞാൻ തീർച്ചയായും പറഞ്ഞു തരാം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക് യു.